നമ്മളെപ്പോഴും പഠിച്ചിട്ടുള്ളത് മറ്റേ വാത്സല്യത്തിലെ മമ്മൂട്ടിയാവാനാണ്. അതായത് കീപ്പ് ഓൺ സാക്രിഫൈസ്. വാത്സല്യത്തിലെ മമ്മൂട്ടി മൊത്തത്തിൽ പ്രശ്നമാണ്. പക്ഷേ മാതാപിതാ ഗുരു ദൈവം അതൊക്കെ എഴുതി വെച്ചോന്നെ എനിക്കൊന്ന് മടൽ വെട്ടി തല്ലണം സത്യം പറഞ്ഞ. ഞാൻ പറഞ്ഞില്ലേ കൾച്ചറലി അതിന് കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് ഇപ്പോൾ സെൽഫ് കെയർ, അതായത് നമ്മൾ സെൽഫിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ നമ്മൾ കൾച്ചറലി പഠിച്ചിട്ടേ ഇല്ല. എല്ലാവരും നമ്മളെപ്പോഴും പഠിച്ചിട്ടുള്ളത് മറ്റേ വാത്സല്യത്തിലെ മമ്മൂട്ടിയാവാനാണ്. അതായത് കീപ്പ് ഓൺ സാക്രിഫൈസിങ്. വാത്സല്യത്തിലെ മമ്മൂട്ടി മൊത്തത്തിൽ പ്രശ്നമാണ്. പക്ഷേ കീപ്പ് ഓൺ സാക്രിഫൈസിങ്, മനസ്സിലായില്ലേ? അപ്പം നമുക്കൊരു സേവിയറായിട്ട് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും ആ ഒരു കിക്കിൽ തന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യാതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആരെങ്കിലും സേവ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഇത്രയും സാക്രിഫൈസ് ചെയ്ത് ആളെ നന്നാക്കാൻ പറ്റുമോ നമുക്കൊരു ബന്ധത്തിൽ? രണ്ട് രീതിയിൽ ഞാൻ ആലോചിക്കുന്നത്. എന്നിലെ സേവിയർ സിൻഡ്രോം വരുമ്പോൾ ഞാൻ ആലോചിക്കും പറ്റും എന്ന് പറയാൻ തോന്നുന്നു. പക്ഷേ അങ്ങനെ പറ്റത്തില്ല എന്ന് വെച്ചാൽ അത് വേറൊരാളല്ലേ, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് അല്ലേ. പക്ഷെ നമ്മളോട് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും അവരോട് എന്താ പറയുക, അത് എംപതി അല്ല, ഇറ്റ്സ് ലൈക്ക് ഒരു നമ്മൾ ട്രോമ ബോണ്ട് എന്നൊക്കെ പറയുന്ന വാക്കുകൾ, ഒത്തിരി വാക്കുകളുണ്ട് ഇതിനകത്ത്. ആൻഡ് ഇത് ശാസ്ത്രീയമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരിക്കലും ഡയഗ്നോസ്റ്റിക് സിസ്റ്റത്തിലൊന്നും ഇങ്ങനത്തെ വാക്കുകളൊന്നും ചർച്ച ചെയ്യുന്നില്ല. നമ്മളിങ്ങനത്തെ ആൾക്കാർ സംസാരിച്ചാണ് ഇങ്ങനത്തെ വാക്കുകളൊക്കെ വന്നത് തന്നെ. പക്ഷെ ബേസിക്കലി എല്ലാവരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സെൽഫ് പ്രയോറിറ്റൈസ് ചെയ്തപ്പോൾ അനുവാണേലും പറഞ്ഞല്ലോ പെട്ടെന്ന് വാക്കൗട്ട് ചെയ്താൽ മതി. അങ്ങനെ നമുക്കെന്താ പറ്റാത്ത, മനസ്സിലായില്ലേ? അങ്ങനെ മനസ്സിലാക്കിയാൽ പോലും ചിലപ്പോൾ അവരെ ടേക്ക് ഓഫ് ചെയ്താലേ ഉള്ളൂ, നമ്മളായിട്ട് പോകത്തില്ല. റിയലൈസേഷൻ ഉണ്ടായിട്ട് പോലും 1-2 കൊല്ലം എടുക്കും. ചിലപ്പോൾ 1-2 കൊല്ലമല്ല, കുറേ സമയം എടുക്കുന്നു ഇറങ്ങി വരാനായിട്ട്. നമ്മൾ ഈ പറഞ്ഞ കൾച്ചറിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ ഒരിക്കലും സെൽഫിനെ പ്രയോറിറ്റൈസ് ചെയ്യാനല്ല. നമുക്ക് ഒരു കാലത്ത് നമുക്ക് അങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടില്ല. അതാ ഞാൻ പറയാൻ വന്നത്. ഈ പാരന്റിങ്ങിന്റെ ടോപ്പിക്കിൽ ഞാൻ സത്യം പറഞ്ഞ പാവ എൻ്റെ അമ്മ കേട്ടോ. ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഞാൻ വോക്കൗട്ട് ചെയ്യാത്തതിന് ഞാൻ നിങ്ങളുടെ പാരന്റിങ് ശരിയായിരുന്നില്ല, നിങ്ങളുടെ അപ്ബ്രിങ്ങിങ് ശരിയായിരുന്നില്ല, എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് പറ്റിച്ചതുകൊണ്ടാണ് ഞാൻ സഫർ ചെയ്ത് നിന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭീഷണിപ്പെടുത്താറുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോരേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ട്രെയിനിങ് നമുക്ക് എപ്പോഴെങ്കിലും കിട്ടേണ്ടതാണെന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് 2 പേർക്ക് മുറിവേൽ ഇപ്പം വളരെ ടോക്സിക് ആയ ഇപ്പം അടിയിടി ബഹളമുള്ള റിലേഷൻഷിപ്പ് എന്ന് ഇറങ്ങി പോരേണ്ടല്ല. പക്ഷേ ശരിയാവുന്നില്ല റിലേഷൻഷിപ്പ്. 2 പേർക്കും എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്നും റിയലൈസ് ചെയ്താലും മറ്റേ ആളെ മുറിവേൽപ്പിക്കാതെ ഇറങ്ങി പോരാൻ നമുക്ക് എന്താണെങ്കിലും മുറിവേൽക്കാതെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. പിരിഞ്ഞു പോരുന്ന സമയത്ത് ഒരു വേദന ഉണ്ടാകും, പക്ഷെ അത് മാന്യമായിട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യങ്ങളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് ഒരാളിൽ നിന്ന് ഇറങ്ങി പോരാൻ സാധിക്കുമോ? അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളതല്ല, നമ്മുടെ പ്രശ്നം എന്താണെന്ന് കൂടെ നമ്മൾ തിരിച്ചറിയാൻ പഠിക്കണം. മോസ്റ്റ് ഓഫ് ദി ടൈം ആ ഒരു ഗുഡ് ചൈൽഡ്, അല്ലെങ്കിൽ ഞങ്ങൾ പറയും ഗുഡ് ഗേൾ സിൻഡ്രോം, ഗുഡ് ബോയ് സിൻഡ്രോം എന്ന് പറയും. സോ അതിനകത്ത് ലോക്കായി പോകുന്നവരാണ്. ഇപ്പോൾ പേരൻസ് എല്ലാവരും പറയുമ്പോൾ എല്ലാവരുടെയും ബെസ്റ്റ് കിഡായിരിക്കും, മനസ്സിലായില്ലേ? ഓടിച്ചാടി എല്ലാ കാര്യത്തിനും യെസ് പറഞ്ഞ് നിൽക്കും. നമുക്ക് ചെറുപ്പത്തിലൊക്കെ അത് ഭയങ്കര രസമായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ സ്ഥാനത്ത് നിന്ന് നമുക്ക് ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞു നോക്ക്. സോ അപ്പോൾ എല്ലാവരും തിരിയുന്നതാണ്. അതാണ് നമുക്ക് ഇപ്പോൾ റിലേഷൻഷിപ്പ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ വീട്ടുകാർ മൊത്തത്തിൽ തിരിയുന്നത് നമുക്കെതിരായിട്ട്. പക്ഷെ നമ്മൾ ഓൾ ദ ടൈം നമ്മളാണ് വീട്ടുകാരെ പഠിപ്പിച്ചിട്ടുള്ളത്. മാതാപിതാ ഗുരു ദൈവം അതൊക്കെ എഴുതി വെച്ചോന്നെ എനിക്കൊന്ന് മടൽ വെട്ടി തല്ലണം സത്യം പറഞ്ഞ. ബിക്കോസ് നമ്മൾ പ്രയോറിറ്റൈസ്, നമ്മൾ ഒരിക്കലും സെൽഫ് പ്രയോറിറ്റൈസ് ചെയ്യരുത്. മാതാപിതാവ് പറയുന്നതിന് റെലവൻസ് ഉണ്ട്. പക്ഷേ വെൻ യു ആർ ആൻ അഡൾട്ട് യു ഹാവ് ടു കൺസിഡർ ഇറ്റ്. നിങ്ങൾ തലയിൽ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് തീരുമാനം എടുക്കാമല്ലോ, അല്ലെങ്കിൽ ഗുരു പറയുന്നല്ലോ അൾട്ടിമേറ്റ്. സോ ഞാൻ വെസ്റ്റില് അങ്ങനെയാണെന്നുള്ള നമുക്ക് ചിന്തിക്കാനുള്ള കഴിവും കപ്പാസിറ്റി ഉണ്ട്. ഓൾവേസ് ഞാൻ പറഞ്ഞില്ലേ, പേരൻസ് പറയുന്നു അല്ലെങ്കിൽ അവർ പറയുന്നു, അതിന് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആക്ച്വലി ഒരു ഈഗോ ബൂസ്റ്റ് നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ ടാഗ്സിൽ നമ്മളെ റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിക്കുന്നതിന് പകരം റെസ്പെക്ട് യുവർ സെൽഫ് ആൻഡ് റെസ്പെക്ട് അതേഴ്സ് എന്ന് പഠിപ്പിച്ചാൽ മതി.